ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം. ഏവർക്കും കാരിസം ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് NSS കൺവെൻഷൻ സെൻറ്റർ പെരുന്നയിലാണ്. മന്നം മെമ്മോറിയൽ NSS കൺവെൻഷൻ സെൻറ്റർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു ഇവൻറ്റിന് കളമൊരുങ്ങുന്ന ദിവസമാണ്. ഏകദേശം 40-ലധികം സ്റ്റാഫ് തലേദിവസം വർക്ക് ചെയ്യുകയും വിവാഹ ദിനം ഏകദേശം 80-90-ലധികം സ്റ്റാഫ് വർക്ക് ചെയ്യുകയും ചെയ്ത ഒരു വിവാഹം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇവൻറ്റിന് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് എൻ്റെ സഹപ്രവർത്തകർ. എന്നെ മന്നം മെമ്മോറിയൽ NSS കൺവെൻഷൻ സെൻറ്റർ വെച്ചായിരുന്നു. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ തീമിലാണ്. പിന്നെ അരളിയുടെ ഒരു ചെറിയൊരു അറേഞ്ച്മെൻറ്റ്സും നമ്മൾ അതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഒരു വലിയ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിലാണ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായി കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മളുടെ വീഡിയോ കുറേ നാളുകളുടെ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം എൻ്റെ ഓട്ടത്തിനിടയ്ക്കൊക്കെ നമ്മൾ ചെറിയ റീലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു വിവാഹത്തിൻ്റെ തലേദിവസത്തെ ഒരുക്കം എങ്ങനെയാണ്, അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എത്രമാത്രം ആളുകൾ ഇതിൻ്റെ പുറകെ പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ വെഡ്ഡിങ്ങിൻ്റെ ഒരു വിഷ്വൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഈ ഹോളിനെ കുറിച്ചൊന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു ഹോള് ചങ്ങനാശ്ശേരി സത്യം പറഞ്ഞാൽ ഹിന്ദു വെഡ്ഡിങ്ങിന് ഏറ്റവും ഭംഗിയുള്ളൊരു ഹോളാണ് NSSൻ്റെ മന്നം മെമ്മോറിയൽ കൺവെൻഷൻ സെൻറ്റർ. കാരണം നമുക്ക് ആ വെഡ്ഡിങ് ഹോളിനകത്ത് നമ്മൾ ചെയ്യുന്ന വർക്കിന് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയും വലിയ സ്റ്റേജ്, അത്രയും വലിയ ഹോള്, 1400-ലധികം പേർക്ക് ഇരിക്കാവുന്ന സജ്ജീകരണം, പിന്നെ ആളുകൾക്ക് അവിടെ വരാന്തയും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം മുഴുവൻ ഫ്രഷ് ഫ്ലവേഴ്സിനകത്ത് ചെയ്തിരുന്ന ഒരു വെഡ്ഡിങ് സ്റ്റേജ് ആയിരുന്നു. കുരുത്തോലയും അരളിയും തുളസിയും പിന്നെ മുല്ലയും ഒക്കെ ചേർന്ന് ഒരു ഭംഗിയുള്ള ഒരു വെഡ്ഡിങ് സ്റ്റേജ്. ഗ്രീൻ തീമാണ് നമ്മൾ ചെയർസിന് ഒരു പിസ്ത ഗ്രീൻ തീമായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്താ പറയുക, നമ്മുടെ ക്ലയൻറ്റ് നമുക്ക് തന്നിരുന്ന ഒരു കൺസെപ്റ്റിന് നമ്മൾ പൂർണ്ണമായിട്ടും അത് അവർക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നോർമലി ഒരു അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്തത്. സെൻറ്ററിലൊരു എന്താ പറയുക, ഒരു റാമ്പും ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സും അതിനോട് കൂടി തന്നെ ഒരു സെൻറ്ററിൽ കൂടെ ഒരു പോർഷനും പിന്നെ ഒരു പ്രോഗ്രാം സ്റ്റേജിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമ്മളിവിടെ ഈ ഒരു സമയത്ത് ചെയ്തു. ഏകദേശം ഒരു 2 മണി 3 മണി ആയി സമയം. എന്തായാലും വർക്ക് വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഉള്ളകത്തെ ലൈറ്റ്സിങ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ല. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതിനുള്ള ബൈക്ക് സെറ്റിംഗ് ആണ്. അപ്പം രാവിലെ ഒരു ഫൈനൽ സെറ്റിങ്സിൻ്റെ സമയമാണ് കാണുന്നത്. അപ്പം രാവിലെ ഫൈനലായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷ്വൽ നിങ്ങൾ കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക, വെഡ്ഡിങ് സ്റ്റേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വെഡ്ഡിങ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ. അപ്പോൾ ആ വെഡ്ഡിങ് സ്റ്റേജിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ, ഒരു വെഡ്ഡിങ് ഡേയുടെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഇതിന് പിന്നാലെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒന്ന് കാണുക. ഇതിനകത്ത് ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പരിമിതികൾ ഇതിനെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. അപ്പോൾ വീഡിയോ മൊത്തമായി കാണണം, മുഴുവനായി കാണണം. നിങ്ങൾക്ക് കാണാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായും കാണുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗവും വിഷ്വലായിട്ടുള്ള ഭാഗം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ പറയുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കുറേ നാളുകൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ ആ ഒരു പരിക്കൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെല്ലാവരും വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ പറയുക. വെഡ്ഡിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വെഡ്ഡിങ് ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് പുറകെയുള്ള വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ ഒരു വിഷ്വൽ ഔട്ട്, അതായത് ഒരു വീഡിയോഗ്രാഫർ നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തന്നൊരു ഔട്ട് നമ്മൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം.
അപ്പോൾ ഹോളിന് പുറത്തുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.